പ്രമേഹമുള്ളവരുടെ പേടി സ്വപ്നങ്ങളാണ് 4 പതികൾ എന്ന് പറയാറുണ്ട്. ഒന്ന് നമ്മളുടെ നാഡികളെ ബാധിക്കുന്ന ന്യൂറോപ്പതി, 2 നമ്മളുടെ ഹൃദയത്തിനെ ബാധിക്കുന്ന കാർഡിയാക് മയോപ്പതി, 3 നമ്മളുടെ കിഡ്നിയെ ബാധിക്കുന്ന നെഫ്രോപ്പതി, 4 നമ്മളുടെ കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇത് എല്ലാവർക്കും വന്നോളുന്നില്ല. ഏതെങ്കിലുമൊക്കെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ പ്രമേഹം വന്ന് ഉടനെ ഈ രോഗങ്ങൾ വന്നോളൊന്നുമില്ല. ചിലർക്ക് 5 വർഷം കഴിയുമ്പോൾ, ചിലർക്ക് 10 വർഷം കഴിയുമ്പോൾ, ചിലർക്ക് 15 വർഷം കഴിയുമ്പോഴൊക്കെയാണ് ഈ രോഗത്തിന്റെ ആരംഭം ഉണ്ടാവുന്നത്. പിന്നെ പ്രായം കൂടുന്ന കൂടി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ ഒരു സങ്കടകരമായ വസ്തുത, ഈ രോഗങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ട് നമുക്കത് റിവേഴ്സിബിൾ അല്ല, ഒരു മടക്കം സാധ്യമല്ല, അത് മാറ്റിയെടുക്കൽ അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യമാണ്. കാരണം നാഡീകോശങ്ങളായാലും നെഫ്രോൺസ് ആയാലും റെറ്റിനയിലെ സെല്ലുകളായാലും ഹൃദയത്തിലെ പേശികളായാലും അത് പോയി കഴിഞ്ഞാല്, അവയ്ക്ക് ശക്തിക്ഷയം വന്നാല്, അവയുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞു കഴിഞ്ഞാല് പൂർണ്ണമായിട്ട് നമുക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രമേഹമുണ്ടോ, നമ്മൾ ഇത്തരം രോഗങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന എനിക്ക് പറയാനുള്ളത്. അത് വരാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലാണ് ബുദ്ധിയുള്ളവർ എടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറെ കാണുന്നു, ടെസ്റ്റ് നടത്തുന്നു, മെഡിസിൻ ഉപയോഗിക്കുന്നു. നമ്മളുടെ ബ്ലഡിലെ ഷുഗറിനെ കൺട്രോളിംഗ് ആക്കി നിർത്തുകയും ചെയ്യുന്നു. അതോടെ എല്ലാം തീർന്നത് നമ്മുടെ കണക്കൂട്ടല്. അങ്ങനെ തീർന്നില്ലെന്ന് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ കൃത്യമായ മെഡിക്കേഷനിലൂടെ ബ്ലഡിലെ ഷുഗറിനെ കൺട്രോളിംഗ് നിർത്തുന്നവർക്ക് വരുന്ന പ്രശ്നത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ ഏതൊക്കെ മരുന്ന് കഴിച്ച് ബ്ലഡിലെ ഷുഗറിനെ കൺട്രോളിംഗ് നിർത്തുമ്പോഴും നമ്മളുടെ ഞരമ്പുകൾക്കുള്ളിൽ കൂടിയിട്ട് ഷുഗർ കൂടിയ ബ്ലഡ് ഒഴുകുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇൻസുലിൻ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടാവും. ഇതിന്റെ ഫലമായിട്ട് നമ്മളുടെ ശരീരത്തിലുള്ള രക്തക്കൊഴികൾ വീക്കാവും. അതിൽ എൻഡോത്തീലിയം ഡിസ്പേഷൻ ഉണ്ടാവും. അതിലൂടെ സ്മൂത്തായിട്ട് ബ്ലഡ് ഒഴുകാതെ വരും. അതിന് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകും. അതിന് സ്റ്റിഫൻസ് വരും. ഇതിന്റെ ഫലമായിട്ട് ശരീരത്തിലുള്ള സെല്ലുകൾക്ക് ആവശ്യമായ തോതില് ബ്ലഡ് കിട്ടാത്ത അവസ്ഥ വരും. ബ്ലഡിലൂടെയാണ് സെല്ലുകൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടുന്നത്, ബ്ലഡിലൂടെയാണ് സെല്ലുകൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നത്, ബ്ലഡിലൂടെയാണ് സെല്ലുകൾക്ക് ആവശ്യമായ ഡിഫൻസ് ഫോഴ്സ് എത്തുന്നത്. അതുപോലെ സെല്ലുകളിൽ നിന്നുള്ള ടോക്സിൻ റിമൂവ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ ആവശ്യമാണ്. അപ്പൊ ഈ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലുകളെല്ലാം ആരോഗ്യക്ഷയം ഉണ്ടാവും, അവ അകാല വാർദ്ധക്യത്തിലേക്ക് പോകും. അങ്ങനെയാണ് മുമ്പ് പറഞ്ഞ പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം ആരോഗ്യക്ഷയത്തിലേക്ക് പോണത്, രോഗാതുരമായി പോണത്, അവയുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരണത്. അതിനോടൊപ്പം നമ്മൾ രോഗിയായി തീരും, നമുക്ക് അകാല വാർദ്ധക്യം ഉണ്ടാവും, എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കുറഞ്ഞു വരാൻ ഇടയുണ്ട്. ശരീരത്തിലെ എല്ലാ ഓർഗൻസും ഉണ്ടാക്കിയിട്ടുള്ളത്, അവയവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ്. സെല്ലുകൾ വീക്കായി കഴിഞ്ഞാൽ അവയവം വീക്കാവും. ഇതിന്റെ ഫലമായിട്ടാണ് നമ്മളുടെ ഹൃദയവും, അതുപോലെ കണ്ണും, അതുപോലെ കിഡ്നിയും, അതുപോലെ ലിവറും, അതുപോലെ നമ്മളുടെ നാഡികളും, അതുപോലെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ബ്രെയിനിന്റെ പ്രവർത്തനക്കുറവ്, ഇതെല്ലാം ഉണ്ടാകണമെന്ന് മനസ്സിലാക്കണം. ഇതിന്റെ എല്ലാം കാരണം നമ്മളെ ബ്ലഡില് ഉയർന്ന തോതിലുള്ള ഷുഗർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ ബ്ലഡിലെ ഷുഗറിനെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മാർഗത്തിലൂടെ, പ്രകൃതി മാർഗത്തിലൂടെ കുറച്ചു കൊണ്ടുവന്നാല് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. അതിന് വേണ്ടത് നമ്മുടെ ശരിയായ ഡയറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മീഡിയം കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡിലേക്ക് വരിക. ഒപ്പം ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കിട്ടുകയും ചെയ്യണം. അതിനാവശ്യമായ ഒരു സമീകൃത ആഹാരത്തിലേക്ക്, ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് നമ്മൾ വരണം. രണ്ടാമത് ശരിയായ വ്യായാമം അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിൽ കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവണമെങ്കിൽ, നാഡികളിലെയും ഞരമ്പുകളിലെയും മസിലുകളിലെയും ഒക്കെ പ്രവർത്തനം കൃത്യമായി നടക്കണമെങ്കിൽ വ്യായാമം ആവശ്യമാണ്. അതിന് രാവിലെ എഴുന്നേറ്റ് നടന്നിട്ട് മാത്രം കാര്യമില്ല. സമഗ്രമായ വ്യായാമം, ഇരുന്നും നിന്നും കിടന്നുമുള്ള വ്യായാമം ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രമേഹമുള്ളവരുടെ ലങ്സിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരും. ഒരു വയസ്സില് 1% വെച്ച് കുറഞ്ഞു വരും എന്നാണ് പറയണത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ആരോഗ്യക്ഷയം ഉണ്ടാവും.
ഇതിന്റെ ഫലമായിട്ട് നമ്മളുടെ ഹാർട്ടിന് ശക്തി കുറഞ്ഞു വരും. ഇതിന്റെ ഫലമായിട്ട് നമ്മൾ അകാല വാർദ്ധക്യത്തിലേക്ക് പോകും. ഇത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ബ്രീത്തിങ് എക്സസൈസ്, ശ്വാസ വ്യായാമവും നമ്മൾ കുറച്ച് അഭ്യസിക്കേണ്ടതാണ്. അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് ശരിയായ ഡയറ്റിലൂടെയും ശരിയായ ഫിസിക്കൽ എക്സസൈസിലൂടെയും ശരിയായ ബ്രീത്തിങ് എക്സസൈസിലൂടെയും മുമ്പ് പറഞ്ഞ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാതെ കാക്കാൻ സാധിക്കും. ഒരു സങ്കടകരമായ വസ്തുത, ഈ തരം രോഗങ്ങളൊന്നും ഇത്തരം ഓർഗൻസിനെ ഒന്നും ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിയില്ല എന്നുള്ളതാണ്. ഒരു ലക്ഷണം ഉണ്ടാവില്ല. പ്രത്യേക കണ്ണിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരു 50-60% ആയതിനു ശേഷം നമ്മൾ അറിയേണ്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കിഡ്നിയുടെ അവസ്ഥയും, ഇത് തന്നെയാണ് ഹാർട്ടിന്റെ അവസ്ഥയും. അതുകൊണ്ട് ഇത്തരം രോഗങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കരുത്, രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ വേണ്ടി കാത്തിരിക്കരുത്. ഞാനൊരു പ്രമേഹ രോഗിയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഈ രോഗങ്ങൾ ഏതെങ്കിലും വരുമെന്ന് കണക്ക് കൂട്ടിയിട്ട് അത് വരാതിരിക്കാനുള്ള മുൻകരുതല് ബുദ്ധിയുള്ള ആളുകള് ഇന്ന് തന്നെ തുടങ്ങണം എന്ന് എനിക്ക് പറയാനുള്ളത്. നാളത്തേക്ക് മാറ്റിവെക്കരുത്. ശുഭസ്യ ശീക്കർ എന്ന് പറയും. നല്ല കാര്യം അന്ന് തന്നെ തുടങ്ങുക. ലക്ഷണങ്ങൾ വന്നിട്ട് മാറ്റാന്ന് വിചാരിച്ചാല് അത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു കുഴിയിൽ ചാടിയിട്ട് അതിൽ നിന്ന് കയറുന്നത് പോലെ വളരെ വിഷമമുള്ള കാര്യമാണ് മനസ്സിലാക്കുക. ഈ അറിവില്ലാത്തതുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ ഇന്ന് ഇത്തരം രോഗങ്ങളിലെ മൂർധന്യത്തിലെത്തി ജീവിതം ദുഃഖപൂർണമായിട്ട് സുഖവും സന്തോഷവും ഇല്ലാതെ തള്ളി നിൽക്കുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നാളെ എനിക്ക് വരരുത് എന്ന് ഒരു തീരുമാനം നിങ്ങൾ ഇന്നെടുക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ശരിയായ ജീവിതശൈലിയിലേക്ക് വരിക എന്നുള്ളതാണ്. കാരണം പ്രമേഹം എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണ്. ശരീരം ചോദിക്കാത്ത ജീവിതക്രമമാണ്, ജീവിതചര്യയാണ്, ലൈഫ് സ്റ്റൈലാണ് ഈ രോഗത്തിന്റെ കാരണം. അതുകൊണ്ടാണ് മരുന്ന് കൊണ്ട് നമുക്ക് ഇതിനെ മാറ്റാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നാൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ രോഗം വന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി അത് വർദ്ധിക്കാതെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങള് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇത്തരം കാര്യങ്ങള് പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് നടത്തുന്നത്. 100 കണക്കിന് ആളുകൾ ഈ കോഴ്സിൽ പങ്കെടുത്ത് ഷുഗറും ഷുഗർ റിലേറ്റഡ് ഡിസീസുകളെയും വളരെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട്. മരുന്നുകൾ പലരും വെട്ടിക്കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ചികിത്സാ ചെലവ് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രതിരോധത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്.